ഇല്ലേ തേർഡ് ഐ ഓപ്പണിംഗ് പലരും അതും പറയാം. അതുപോലെ ഒരു സംശയം എന്ന് പറഞ്ഞാൽ നിരവധി ആൾക്കാരെ ഈ വ്യാജ ഗുരുക്കളുടെ ഒക്കെ അടിമപ്പെടുകയാണ്. അത് എന്തുകൊണ്ട് അവിടെ എത്തിപ്പെടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ ഹീൽ ചെയ്യപ്പെടേണ്ടവർ നിയോഗം ഉണ്ടെങ്കിൽ എത്തുന്നുണ്ട്. പക്ഷേ എങ്ങനെയാണ് ഇവരുടെ അടുത്ത് എത്തുന്നത്? എത്തുന്ന മാത്രമല്ല എത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ ഈ സമൂഹത്തിൽ തന്നെ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ആദ്യം പറയുന്ന യോഗയായിരിക്കും ഹീലിംഗ്, ബേസിക് ഹീലിംഗ് എന്നൊക്കെ പറഞ്ഞാണ് അവരുടെ അടുത്തേക്ക് എത്തുന്നത്. എത്തിക്കഴിഞ്ഞാൽ അവരെ അടിമയാക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല അവർക്ക് അവിടെ നിന്ന് പുറത്തു വരാൻ പറ്റുന്നില്ല. പിന്നെ ആ ഗുരുവിനെ കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ജീവിതം നശിച്ചു. അങ്ങനെയൊക്കെ ഒത്തിരി ഇപ്പോൾ ഒരുപാട് കേസ് വരുന്നുണ്ട്. അങ്ങനെ വരുന്നുണ്ട്. നമുക്കറിയാമെന്നുള്ള ഒരുപാട് എക്സ്പീരിയൻസ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ വ്യാജ ഗുരുക്കളെ ഇങ്ങനെയുള്ള ഇവിടെ നിലനിൽക്കുന്നതും എങ്ങനെയാണ് ഇവരവിടെ എത്തിപ്പെടുന്നത്? തീർച്ചയായിട്ടും നമ്മൾ ഈ യോഗമാർഗത്തിൽ പ്രാക്ടീസ് ചെയ്ത് വരുന്ന നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ് നന്ദു ചോദിച്ചത്. അതിൻ്റെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മളിപ്പം ആൾ ദൈവങ്ങൾ എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് പുച്ഛിക്കുന്ന അല്ലെങ്കിൽ കളിയാക്കുന്ന കുറേ ആളുകളുണ്ട് അല്ലേ. എന്നാൽ എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ ഏതാണ്ട് ഒരു 99% ആൾ ദൈവങ്ങളെന്ന് നമ്മൾ വിളിച്ച് കളിയാക്കുന്ന ആളുകളും ശരിക്കും ആത്മീയത ഉള്ള ആളുകൾ തന്നെയാണ്. ശരിയായ ആത്മീയ തലങ്ങളിലേക്ക് ബോധോദയം പ്രാപിച്ചിട്ടുള്ള ആളുകൾ തന്നെയാണ്. ഇപ്പോൾ അമൃതാനന്ദമയി അമ്മയെ പറ്റി പറഞ്ഞാലറിയാം, അല്ലെങ്കിൽ സത്യസായിബാബയെ പറ്റി പറഞ്ഞാലറിയാം. അങ്ങനെയൊക്കെയുള്ള ആളുകൾ അങ്ങേയറ്റം ആത്മീയ തലങ്ങളിൽ ബോധപ്രാപ്തി പ്രാപിച്ച ആളുകൾ തന്നെയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഗുരുക്കന്മാർ നമുക്കറിയാം. നമ്മൾ ചില ഗുരുക്കന്മാരുടെയൊക്കെ അടുത്ത് പോയിരുന്നു കഴിഞ്ഞാൽ നമ്മൾ വെറുതെ പോയി ഇരുന്നാൽ മതി അവരുടെ അടുത്ത്. നമുക്കൊരു ഒരു 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 വർഷം നമ്മൾ യോഗയും ധ്യാനവും ചെയ്ത ആ ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. അത്രയും സന്തോഷം, അത്രയും അൺകണ്ടീഷണലുള്ള സ്നേഹമാണ് കിട്ടുന്നത്. എന്നാൽ ഇവരുടെയൊക്കെ മറവിൽ ഒരു വലിയ വിഭാഗം എന്ന് വെച്ചാൽ മറ്റൊരു ഈ പറഞ്ഞ ഒരു 10% ഉള്ളൂ. പക്ഷേങ്കിൽ നമ്മുടെ കേരളത്തിലൊക്കെ അത് കുറവാണെങ്കിലും ഇവിടെയും ഇപ്പം കണ്ടമാനം വികസിച്ച് വരുന്നുണ്ട്. ഈ കാര്യങ്ങളെയൊക്കെ ഒരു ബിസിനസ് ആക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു ബിസിനസ് പരമായിട്ട് കാണുകയും മറ്റുള്ള മനുഷ്യരെ ശരിക്കും അടിമകളാക്കി അവരുടെ ഒരു കൾട്ടായിട്ട് കൊണ്ടുവരാനായിട്ടുള്ള ഒരു വലിയ ശ്രമങ്ങൾ പല രീതിയിൽ നടക്കുന്നുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഡെവലപ്പായി വന്നതിന് ശേഷം ഇപ്പോൾ ഏതൊരു കാര്യത്തെയും മാർക്കറ്റ് ചെയ്യാൻ നമുക്ക് വളരെ എളുപ്പമാണ് അല്ലേ. ഇപ്പം ആത്മഹത്യ ചെയ്യാനുള്ള ഒരു കയറ് വിൽക്കാൻ വേണ്ടിയിട്ട് ഒരാൾ ഇറങ്ങി തിരിച്ചാൽ അതിനും ഉണ്ടാവും ഒരു മാർക്കറ്റ് അല്ലേ. എന്ന് പറഞ്ഞാൽ ഏതൊരു കാര്യത്തിനും ഇവിടെ മാർക്കറ്റ് ഉണ്ടായി. കാരണം നമുക്ക് നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ഫോണിൽ ഇന്ന് ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള എന്ത് കാര്യത്തെയും അറിയാനുള്ള അല്ലെങ്കിൽ അതിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യത നമുക്കിന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് പലരും ഇന്ന് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ, പലരും എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള വളരെ എന്നാ പറയുന്നത്, ശരിക്കും പറഞ്ഞാൽ ഒരു വ്യാജമായ ഒരു കാര്യം ചെയ്യേണ്ട ഒരാൾക്ക് മാത്രമേ മറ്റുള്ളവരെ അവരിലേക്ക് ആകർഷിക്കേണ്ട കാര്യമുള്ളൂ അല്ലേ. മറ്റുള്ളവർക്കൊന്നും യഥാർത്ഥ ഒരു ഗുരുവിനോ യഥാർത്ഥമായിട്ടുള്ള ഒരു പിന്നെ ആൾ ദൈവവും നമ്മൾ വിളിക്കുന്ന അല്ലെ ദൈവികമായിട്ടുള്ള ഒരു ബോധോദയം പ്രാപിച്ച ഒരാൾക്കോ അവരാരും നമ്മളെ ഒന്നിലേക്കും ക്ഷണിക്കുകയോ അല്ലെങ്കിൽ ഒന്നിലേക്കും എന്തെങ്കിലും ജിമിക്കുകൾ കാണിച്ച് ആകർഷിക്കുകയോ ചെയ്യുകയില്ല. അപ്പം ഇങ്ങനെയുള്ള ആളുകളുടെ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അവർ ഫോക്കസ് ചെയ്യുന്നത് വെച്ചാൽ അവർ എന്തെങ്കിലും ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവർ ഓഫർ ചെയ്തുകൊണ്ട് അത് ചിലപ്പം ഒരു ഹീലിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു യോഗവിദ്യ ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെയിലുള്ള ഒരു രോഗശാന്തി ആയിരിക്കാം. എന്തെങ്കിലുമൊക്കെ ചപ്പടി വിദ്യകളാണ് എന്ന് വെച്ചാൽ എന്തെങ്കിലും അതിൻ്റെ പിന്നിൽ ഒരു ചപ്പടി വിദ്യ കാണും, അല്ലെങ്കിൽ അവരുടെ തന്നെ ആളുകളെ വെച്ചിട്ടുള്ള ഒരു കളിയായിരിക്കും. അത് ഒരു പ്ലേ. ആ ഒരു പ്ലേയിലൂടെ അവർ ആളുകളെ എന്ത് ചെയ്യും, ആളുകളെ അവരുടെ അടുത്തേക്ക് ആകർഷിക്കും. അത് തികച്ചും ഫ്രീ ആണ്, തികച്ചും ഫ്രീ ആയിട്ടുള്ള സംഭവങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. ഞാനിങ്ങനെ ഈ ചിലർ പറയുന്നത് പറഞ്ഞാൽ ഞാൻ ഇനി വരാൻ പോകുന്ന ഈശ്വരൻ ഞാനാണെന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞ രീതിയിലൊക്കെയാണ് പറയുന്നത്. ഞാനാണ് ഇനി വരാൻ പോകുന്ന ഈശ്വരൻ, ഇനി വേറെ ഒരു ഗുരുക്കന്മാരില്ല, വേറൊരു ഈശ്വരൻ ഇനി ഭൂലോകത്തില്ലെന്നൊക്കെയാണ് പറഞ്ഞു നടക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള തെറ്റിദ്ധാരണജനകമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് ആളുകളെ അവർ വശീകരിച്ച് അവരിലേക്ക് അവർ വരുത്തി കഴിഞ്ഞാൽ പിന്നീട് അവർ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത്. പിന്നീട് അവർ ചെയ്യുന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആളുകളെ അവരുടെ വിശ്വാസങ്ങളെയും അവരുടെ ഓൾറെഡി അവർ കൊണ്ട് നടക്കുന്ന പ്രാക്ടീസുകളെയെല്ലാം കട്ട് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് ഈ വിശ്വാസം എന്ന് പറയുന്നത് എന്തിനാണ് ശരിക്കും? അതൊരു ആശ്രയത്വമാണ് അല്ലേ. നമുക്ക് ഈശ്വരനുണ്ട് എന്ന് പറയുമ്പോൾ നമുക്കതൊരു ആശ്രയത്വമാണ്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ ദൈവികമായ വിശ്വാസങ്ങളെയും
അതുപോലെ തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രാക്ടീസുകൾ, ഇപ്പോൾ യോഗയാണെങ്കിലും തന്ത്രയാണെങ്കിലും അല്ലെങ്കിൽ മറ്റേത് മാർഗ്ഗമാണെങ്കിലും, ഏത് മാർഗ്ഗത്തിലുള്ള പ്രാക്ടീസുകളാണെങ്കിലും അതെല്ലാം രണ്ടാമതായിട്ട് അവർ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ് അവർ രണ്ടാമത്തെ മാർഗ്ഗം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അവരാദ്യം അവരിലേക്ക് എന്തെങ്കിലുമൊക്കെ രീതിയിലുള്ള ഈ പറഞ്ഞതിലുള്ള തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആളുകളെ ആകർഷിച്ച് അവരിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ അവർ ചെയ്യുന്നത് ഇതേപോലെയുള്ള വിശ്വാസങ്ങളെയും ഇതുപോലെയുള്ള കാര്യങ്ങളെയെല്ലാം ഒരു വ്യക്തിയിൽ നിന്ന് കട്ട് ചെയ്ത് കളയുക എന്നുള്ളതാണ് അവർ ആദ്യം ചെയ്യുന്ന കാര്യമെന്ന് പറയുന്നത്. അതിനുശേഷം രണ്ടാമത് ഈ ആളുകളെ ചൂഷണം ചെയ്യാനായിട്ട് പിന്നീട് അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ആളുകളുടെ മൊറാലിറ്റി, അതായത് മോറൽ സൈഡിനെ കട്ട് ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത് അവരുടെ മാർഗ്ഗം എന്ന് പറയുന്നത്. അതായത് മോറൽ സൈഡിനെ കട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഒരു വ്യക്തിയെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം നിങ്ങളിവിടെ ഇരിക്കുന്ന ആളുകളോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ നാളെ തൊട്ട് നിങ്ങൾ മദ്യപിക്കുക, നാളെ തൊട്ട് നിങ്ങൾ മയക്കുമരുന്ന് കഴിക്കുക, നാളെ തൊട്ട് നിങ്ങൾ ഗ്രൂപ്പ് സെക്സ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ ഞാൻ ആ രീതി അതൊക്കെയാണ് ഇപ്പം ഈശ്വരൻ ആവശ്യപ്പെടുന്നത്, അതൊക്കെയാണ് പ്രപഞ്ചം ആവശ്യപ്പെടുന്നത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, നിങ്ങളുടെ മോറൽ സൈഡിനെ കട്ട് ചെയ്യാണ്. അപ്പം ഇതിനോടൊക്കെ താല്പര്യമുള്ള ആളുകൾ എന്ത് ചെയ്യും, അവർ നോക്കുമ്പോൾ ഇതാണ് ശരിയാ, അത്രയും നാൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് യാഷയുടെ അടുത്ത് ചെന്നപ്പോൾ യാഷ പറഞ്ഞു ഇതൊന്നും പാടില്ല, മദ്യപിക്കാൻ പാടില്ല, മയക്കുമരുന്ന് കഴിക്കാൻ പാടില്ല എന്നൊക്കെ ആ പുള്ളി പറഞ്ഞ്. ഇതിപ്പോൾ നിങ്ങളുടെ അടുത്ത് വന്നപ്പോഴത്തേക്കും വളരെ സന്തോഷമായി, ഇനിയിപ്പോൾ മദ്യപിക്കാം, കുടുംബമായിട്ടിരുന്ന് മദ്യപിക്കാം, കുടുംബമായിട്ട് എന്ത് വൃത്തികേടുകളും കാണിക്കാം എന്നുള്ള രീതിയിലേക്ക് നമുക്ക് ആ ഒരു ഫ്രീഡം കിട്ടി. അപ്പോൾ ഇതാണ് സത്യം നമ്മൾ വിചാരിക്കുകയാണ്. ഞാൻ ഉദാഹരണങ്ങളാണ് പറയുന്നത്. അപ്പോൾ ആ രീതിയിലേക്ക് നമ്മുടെ മോറൽ സൈഡിനെ അവർ കട്ട് ചെയ്യും. മോറൽ സൈഡിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഗ്രാജുവലി അവർക്ക് ഗ്രാജുവലി എന്താവും, അവരുടെ കുടുംബത്തിൽ പ്രശ്നങ്ങളാവും, അവരുടെ തൊഴിലിൽ പ്രശ്നമാകും, അവരുടെ ബിസിനസ്സിൽ പ്രശ്നങ്ങളാകും, അല്ലെങ്കിൽ അവരുടെ ജോലിയിൽ പ്രശ്നങ്ങളാകും. അങ്ങനെ അവരുടെ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് കുറയും, അവരുടെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവരൊരു പ്രശ്നമുള്ള ആളുകളായി മാറും. അപ്പോൾ മാറുമ്പോൾ ഉള്ളൊരു സംഭവം എന്ന് വെച്ചാൽ ഇവർക്ക് പിന്നീട് ഒരു ആശ്രയം എന്ന് പറയുന്നത് വേറെ ആരുമില്ല. കാരണം ഓൾറെഡി അവരുടെ വിശ്വാസങ്ങളെ കട്ട് ചെയ്തു, അവരുടെ മോറൽ സൈഡിനെ കട്ട് ചെയ്തു. അങ്ങനെ ഇതിനെല്ലാം കട്ട് ചെയ്തതിന് ശേഷം ഇവരെ വളരെ എന്നാ പറയുക മോശമായിട്ടുള്ള ഒരു വ്യക്തിത്വങ്ങളായി മാറ്റിയതിന് ശേഷമാണ് ഇവർ അവസാനത്തെ ഫീൽഡിൽ ഇവർ ഈ പറഞ്ഞ ഓരോ വ്യക്തികളെയും നശിപ്പിക്കുന്ന രീതിയിലുള്ള ആശയങ്ങൾ പിന്നീട് കൊടുക്കുന്നത്. അങ്ങനെ ആ ആശയങ്ങളോട് കടന്നു പോകാനായിട്ട് പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ സമീപഭാവിയിൽ തന്നെ അവരുടെ ജീവിതം നാശമായ അവസ്ഥയിലേക്ക് വരികയും അപ്പോൾ അവർ ഓഫർ ചെയ്യുന്ന കാര്യമെന്ന് വെച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ സമ്പത്തെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഞാൻ സംരക്ഷിച്ചോളാം, ഞാൻ മാത്രമേ ഉള്ളൂ നിങ്ങളെ സംരക്ഷിക്കാൻ, അതുകൊണ്ട് ഞാൻ നിങ്ങളെ സംരക്ഷിച്ചോളാം, നിങ്ങൾ നിങ്ങളുടെ കുടുംബമെല്ലാം വിട്ടിട്ട് ആ സമ്പത്തെല്ലാം കൊണ്ടുവന്ന് ഞങ്ങളുടെ ഇതിലേക്ക് കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ ഞാൻ സംരക്ഷിച്ചോളാം എന്ന് പറയും. നമുക്കറിയാം അങ്ങനെ ഒരുപാട് എണ്ണം ഉണ്ട്, ഇവിടെ അടുത്തൊക്കെ ഉണ്ടല്ലോ ഈ കാര്യം, അങ്കമാലിയിലൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ കൊണ്ടുപോയി കൊടുക്കാനായിട്ട് അപ്പോൾ എന്താവും, നമ്മൾ നിർബന്ധിതരാകും. കാരണം നമുക്ക് വേറെ ആശ്രയങ്ങളില്ല. നമ്മുടെ കുടുംബം തകർന്നു, നമ്മുടെ പേഴ്സണൽ ലൈഫ് തകർന്നു, നമ്മുടെ സാമൂഹ്യ ജീവിതം തകർന്നു, പിന്നെ നമുക്കൊരു ആശ്രയവും ഇല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പിന്നെ നമുക്ക് ഒരേ ഒരു ആശ്രയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സമ്പത്തെല്ലാം കൊണ്ടുപോയി കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ കൊടുത്ത് അവരിൽ സറണ്ടറായി ജീവിതകാലം മുഴുവൻ അവരെ അടിമകളാക്കി മാറ്റുക എന്നുള്ളതാണ് ഇങ്ങനെയുള്ള സിസ്റ്റങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ വ്യക്തമായിട്ട് മനസ്സിലാകാതെ എന്തെങ്കിലുമൊക്കെ ഈ ഗിമിക്കുകൾ കാണുന്ന സമയത്ത് ഇതെല്ലാം ഇങ്ങനെ ഇനിയിപ്പം പുതിയ മാർഗ്ഗം ഇതാണ് എന്ന് വിചാരിച്ച് അതിൻ്റെ പിന്നാലെ പോകരുത്. കാരണം നമുക്കറിയാം നോർത്തിലൊക്കെയാണ് ഇത് കണ്ടമാനം ഡെവലപ്പായി കിടക്കുന്നത്. നോർത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഈവൻ നമ്മൾ ഈ തമിഴ്നാട്ടിൽ ചെന്ന് നമ്മുടെ തിരുവണ്ണാമലയിലോട്ട് പോയാൽ പോലും അവിടെയൊക്കെ ഒരു 1000കണക്കിന് ആശ്രമങ്ങളുണ്ട് അവിടെ. അതെല്ലാം ഫണ്ട് വെട്ടിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അവിടെയൊക്കെ നടക്കുന്നത് ഇതുപോലുള്ള പല രീതിയിലുള്ള ഇതാണ്. അപ്പം ഏതൊരു ഇതും ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു കൾട്ടാണെങ്കിലും അവർക്ക് ഏറ്റവും ബേസിക്കായിട്ട് അവർക്ക് വേണ്ട എന്താണ്, മാൻ പവറാണ്, ആളുകളെയാണ് വേണ്ടത്. അപ്പം ആളുകൾ ബുദ്ധിയും ബോധമുള്ള ആളുകളെ കിട്ടിയിട്ട് കാര്യമില്ല. അപ്പം അന്ധമായിട്ടുള്ള ബുദ്ധിയില്ലാത്ത അല്ലെങ്കിൽ ബുദ്ധിയെ കട്ട് ചെയ്ത ആളുകളെ കിട്ടിയിട്ടേ കാര്യമുള്ളൂ. അങ്ങനെ ആ ബുദ്ധിയെ അല്ലെങ്കിൽ നമ്മുടെ ഭൗതിക ശേഷിയെ കട്ട് ചെയ്യാനായിട്ട് ആണ് അവർ ആദ്യമേ ശ്രമിക്കുന്നത്. അങ്ങനെ കട്ട് ചെയ്ത് നമ്മളെ ആ ഒരു ട്രാപ്പിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് അതിനെതിരെ നമ്മളെപ്പോഴും നിങ്ങൾ വിജിലൻ്റായിട്ടിരിക്കുക. നമുക്ക് ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു യഥാർത്ഥമായ ഗുരുവാണ് അല്ലെങ്കിൽ ഒരു യഥാർത്ഥമായിട്ടുള്ള ഒരു ആത്മജ്ഞാനമുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവരൊരിക്കലും നിങ്ങളെ ഇതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഒരു മോറൽ സൈഡ് കട്ട് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ ഒരു മോശമായ രീതിയിലേക്ക് മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് ഒരിക്കലും ശ്രമിക്കില്ല. അവരൊന്നും കാണിച്ച് നിങ്ങളെ പ്രലോഭിപ്പിക്കത്തുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വരാം, വേണമെങ്കിൽ പോകാം എന്നുള്ളതാണ് അവരുടെ സിസ്റ്റം. അപ്പോൾ ആ രീതിയിലല്ലാത്ത ഏതൊരു കാര്യവും നിങ്ങൾ വിജിലൻ്റായിട്ട് അതിനെപ്പറ്റി അവെയറായിട്ടിരിക്കുക എന്നുള്ളതാണ് പറയാനായിട്ടുള്ളത്. Yasha Living, synchronizing the art, tactics and spirituality.